ഒരല്പം മര്യാദ കാണിക്കണം സർക്കാരെ. ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലീക്ക് ആയിട്ടില്ല എന്നാണ്. 23 ലക്ഷം വരുന്ന നീറ്റ് ആസ്പിരൻസും ഇന്ത്യയിലെ അന്ധഭക്തരല്ലാത്ത മറ്റു ജനങ്ങളും മണ്ടന്മാരല്ല എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗും അതുപോലെ സെക്രട്ടറി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷനുമാണ് പാർലമെന്ററി പാനലിലാണ്. അതായത് പാർലമെന്ററി പാനലായിട്ടുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ, വിമൻ, ചിൽഡ്രൻ, യൂത്ത് ആൻഡ് സ്പോർട്സ്, ഈ ഒരു പാർലമെന്ററി കമ്മിറ്റിയോടാണ് ഇപ്പോൾ എൻട്രൻസ് എക്സാമിന്റെ ഈ ഒരു ലീക്കിനെ കുറിച്ചിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞാണ് ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ക്ലൈമിംഗ് ദാറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡു നോട്ട് ലീക്ക് ത്രൂ ദി NTA സിസ്റ്റം. NTA സിസ്റ്റത്തിലൂടെ അല്ല ഈ ഒരു പേപ്പർ ലീക്കിംഗ് നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്, കംപ്ലീറ്റ് പേപ്പർ ലീക്കിംഗ് നടന്നിട്ടില്ല, ആകെ കുറച്ച് ക്വസ്റ്റ്യൻസേ ലീക്ക് ആയിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. നമുക്കിത് വിശദമായി നോക്കാം. ഒന്നാമത്തെ കാര്യം, കുറച്ച് പേപ്പറെ ലീക്ക് ആയിട്ടുള്ളൂ എന്നാണ്. എന്നാൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതായത് CBI പുറത്തുവിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം 120 മുതൽ 140 ക്വസ്റ്റ്യൻ വരെ ലീക്ക് ആയിട്ടുണ്ട്. വാട്സപ്പ് മുതൽ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ 120 മുതൽ 140 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് CBIയുടെ കണ്ടെത്തൽ. നീറ്റ് എക്സാമിൽ 200 ക്വസ്റ്റ്യൻസിൽ 150 ക്വസ്റ്റ്യൻസ് കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യണം. അതിൽ 120 മുതൽ 140 വരെയുള്ള ക്വസ്റ്റ്യൻസ് ലീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 2/3 ഓഫ് ദി ക്വസ്റ്റ്യൻസ് ലീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റിൽ നമ്മുടെ ഗവൺമെന്റും NTAയുടെ ഡയറക്ടർ ജനറലും പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ NTAയിൽ ലീക്ക് ആയിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസേ ലീക്ക് ആയിട്ടുള്ളൂ എന്നാണ്. രണ്ടാമത് ഇവർ ഡിഫെൻഡ് ചെയ്യാനുള്ള കാരണം പറഞ്ഞിട്ടുള്ളത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിന്റെ ഉള്ളിൽ നിന്നല്ല ഈ ഒരു കാര്യം ലീക്ക് ആയിട്ടുള്ള എന്നാണ്. പക്ഷേ CBI രണ്ടുപേരെ, അതായത് കിങ് പിന്നായിട്ട് രണ്ടുപേരെ നീറ്റ് UGC 2026 പേപ്പർ ലീക്ക് കേസിൽ രണ്ടുപേരെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെന്ന് പറയുന്നത് ഒന്ന് കെമിസ്ട്രി ലെക്ചറും ഒന്ന് ബോട്ടണി സീനിയർ ടീച്ചറുമാണ്. ഇവർ രണ്ടുപേരും NTAക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇവരെയാണ് CBI അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അറസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ, എക്സ്പേർട്സ് ഒക്കെ NTAക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ചോർന്നു എന്ന് പറയുമ്പോൾ NTAന്റെ അകത്തുനിന്ന് തന്നെ ചോർന്നതാണ്, അല്ലാതെ പുറത്തുനിന്ന് ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ വേറെ ഇന്ത്യയിലെ ഏതെങ്കിലും സിറ്റിസൺ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതല്ല. NTAക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അവരിൽ നിന്നാണ് ഈ ചോദ്യ പേപ്പർ പുറത്തേക്ക് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആര് ഏറ്റെടുക്കണം? NTAയും അതുപോലെ ഗവൺമെന്റും ഏറ്റെടുക്കണം. നമുക്ക് ഇതിലെ ഒരു കോൺട്രവേഴ്സി നോക്കാം. അതായത് കുറച്ച് ദിവസം മുൻപ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 15-ാം തീയതി ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അവർ പറഞ്ഞിട്ടുള്ളത്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അക്നോളജ് എ ബ്രീച്ച് ഇൻ ദ ചെയിൻ ഓഫ് കമാൻഡ്. ബ്രീച്ച്, അതായത് ചെയിൻ ഓഫ് കമാൻഡിൽ ഒരു ബ്രീച്ച് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അക്നോളജ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ് പറഞ്ഞത്, വി ആർ ടേക്കിംഗ് ദ ഫുൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദ നീറ്റ് പേപ്പർ ലീക്കേജ് കോൺട്രവേഴ്സി. നീറ്റ് പേപ്പർ ലീക്ക് കോൺട്രവേഴ്സിയിൽ ഫുൾ റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു എന്ന് അന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു മീറ്റിംഗിന്റെ ഇടയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്, ദ ഇൻസിഡന്റ് വാസ് അൺഫോർച്ചുനേറ്റ് എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ അവർ റെസ്പോൺസിബിലിറ്റി, അതായത് മോറൽ റെസ്പോൺസിബിലിറ്റി എടുക്കണമെന്ന് സീനിയർ ഒഫീഷ്യൽസിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ദ ഇൻസിഡന്റ് വാസ് അൺഫോർച്ചുനേറ്റ് എന്നൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്. അതായത് ഗവൺമെന്റ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ഇവർ പറയുന്ന രണ്ട് കാര്യങ്ങൾ, അതായത് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവനായിട്ടും ലീക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും 2/3 ഓഫ് ദി ക്വസ്റ്റ്യൻസ് ലീക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു കാര്യം NTAന്റെ ഉള്ളിൽ നിന്ന് പോയതല്ല എന്നാണ്. പക്ഷേ NTAയുടെ ഇതിൽ ഭാഗമായി വർക്ക് ചെയ്ത അവരിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ലീക്ക് ആയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് NTAയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ? ചോദ്യം ചെയ്യാൻ പറ്റില്ല. ചോദ്യം ചെയ്യുന്നവരുടെ വായ തുന്നിക്കെട്ടും. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായി ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മീഡിയാസ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മെലഡിയെ കുറിച്ചാണ്. മെലഡി ചോക്ലേറ്റിയാണ്, മെലഡി അതാണ് ഇതാണ്, മെലഡിയുടെ കമ്പനിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റൈറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ് ഇവിടെ മെയിൻ സ്ട്രീം മീഡിയാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന റിയൽ പ്രോബ്ലംസ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ആവട്ടെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജിൽ തന്നെ പല സ്ഥലങ്ങളിലും പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവർക്ക് കവർ ചെയ്യണ്ട, ഇവർക്ക് മെലഡി മതി. അത് മാത്രമല്ല, ഇന്ത്യ ഫേസ് ചെയ്യുന്ന മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇൻഫ്ലേഷൻ ഉണ്ട് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവർക്ക് ഡിസ്കസ് ചെയ്യേണ്ട. അവർക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് മെലഡി മാത്രമാണ്. എന്നാൽ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഈ പറയുന്ന ഇൻഡസ്ട്രി, അതായത് പാർലെ ഇൻഡസ്ട്രിയും
ഈ മെലഡി തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇനി നമുക്ക് ഈ വായ തുന്നിക്കെട്ടുന്ന വിവരം ഞാൻ പറഞ്ഞല്ലോ, അത് കേൾക്കാം. അതായത് ഈ ഒരു നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന് എതിരെ ചോദ്യം ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഒരു ഡിജിറ്റൽ മൂവ്മെന്റ് ആണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ഒരു 5-6 ദിവസം കൊണ്ട് തന്നെ അതിന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സപ്പോർട്ടുകളാണ്. എന്നാൽ ഇന്നലെ ഒരു 2-3 ദിവസമായിട്ട് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ എക്സ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു ഗവൺമെന്റ്, ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യപ്പെട്ടു. അത് മാത്രമല്ല, ഇവർക്ക് ഒരു സൈറ്റ് ഉണ്ടായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട്, അതിന്റെ ആക്സസും ഡിനേ ചെയ്തു. അതായത് അതും പൂട്ടിച്ചു. അതായത് മൊത്തത്തിൽ പൂട്ടിച്ചിട്ടുണ്ട്. അതായത് ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാനുള്ള ഒരു അർഹതയും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിലൂടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിട്ടുള്ള ഫോളോവേഴ്സ് എന്ന് പറയുന്നത്, ഈ പറയുന്ന 6 ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ള ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 22 മില്യൺ ആണ്. അതുപോലെ ഇവരുടെ സൈറ്റിൽ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുവരെ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഇല്ലാതാക്കിയിട്ടുള്ളത്. അതായത് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാ സൈറ്റും അതുപോലെ എക്സ് അക്കൗണ്ട്സ് ഒക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അതായത് ഗവൺമെന്റിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. 23 ലക്ഷം കുട്ടികളുടെ ജീവിതം വെച്ചിട്ടാണ് ഇവർ കളിച്ചിട്ടുള്ളത്. പക്ഷേ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ആരും ഇവിടെ ഇല്ല. സർക്കാരിന് എടുക്കാൻ പറ്റില്ല, അതായത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എടുക്കാൻ പറ്റില്ല, NTA എടുക്കാൻ പറ്റില്ല, ആർക്കും എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ ഒതുക്കി തീർക്കാൻ നോക്കും. എന്നിട്ട് മറ്റടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കും, ഹിന്ദു മുസ്ലിം ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിലേക്ക് ഫോക്കസ് ചെയ്യും. ഈ ഫോക്കസ് അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യും, അതിലേക്ക് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഈ പ്രശ്നം മെല്ലെ അങ്ങ് തീരും. പക്ഷെ 23 ലക്ഷം കുട്ടികളുടെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണ്. ഇതിൽ ആരും റെസ്പോൺസിബിലിറ്റി, അതായത് നമ്മുടെ സർക്കാരിന് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കാർ ഇവിടെ എന്തിനാണ്? കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ട്രെൻഡാണ് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല, BJPയെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. BJPയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെയോ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ആന്റി ഇന്ത്യനായി, അല്ലെങ്കിൽ അവൾ ആന്റി ഇന്ത്യനായി, അവർ രാജ്യദ്രോഹികളായി. അങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്.